വെൽക്കം ടു മൈൻഡ്ഫുൾ ലിവിംഗ്. എൻ്റെ പേര് സുബലജ. എൻ്റെ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഹായ്, വെൽക്കം ടു മൈൻഡ്ഫുൾ ലിവിംഗ്. എൻ്റെ പേര് സുബലജ. ആക്ച്വലി ഇതൊരു 10-12 ടേക്ക് കഴിഞ്ഞ സല്യൂട്ടേഷനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നിനി ഒരു കൂടിപ്പോയ 2 ടേക്ക് കൂടെ അതിനപ്പുറം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ലൈറ്റിൻ്റെ ചൂടത്തിരുന്ന് ഞാൻ നല്ലപോലെ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് ഒരു അരമണിക്കൂറും കൂടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മുറിയുടെ ചൂട് കാരണം ഞാൻ മിക്കവാറും പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി തിരിച്ച് വന്നിരുന്ന് വീഡിയോ എടുക്കേണ്ടി വരും. ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിരുന്ന് സംസാരിക്കുന്നത് ഇത്ര വലിയ ഡീലാണെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ വീഡിയോസ് ഇടുമ്പോഴോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇത്ര വലിയൊരു ബാലികാറാമലയാവുമെന്ന് ഞാൻ ഓർത്തതേ ഇല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടുന്ന ഒട്ടുമിക്ക ആളുകളുടെയും സെയിം ഡയലോഗ് ആയിരിക്കുമല്ലോ ഇത്. ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ പുറത്തായി വീഡിയോ ഇടുന്നതെന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതല്ലായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ, അതിപ്പം യൂട്യൂബ് എന്നൊന്നുമില്ല, എനിക്ക് ഈ ക്യാമറയും അതുപോലെ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ്, ഇങ്ങനെ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഏത് മേഖല എനിക്കിഷ്ടമാണ്. അതിപ്പം യൂട്യൂബ് എന്ന് തന്നെയല്ല, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഒന്നും വേണ്ട. എനിക്ക് മാത്രം കാണാൻ ഞാൻ എടുക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും അതിനകത്ത് എൻ്റെതായ ഒരു എസ്തെറ്റിക്സും എൻ്റെതായ ഒരു ഒറിജിനാലിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ, ഒരുപാട് കാലം മുന്നേ നമ്മൾ പല രീതിയിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ എക്സിബിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പം ഇപ്പം അത് സോഷ്യൽ മീഡിയ കൂടെ കാണിക്കുന്നു. പണ്ട് അത് ചിലപ്പം നമ്മുടെ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം നമുക്കന്ന് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാലത്തിലോട്ട് വന്നപ്പം അത് സോഷ്യൽ മീഡിയ ആയി മാറി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഓഡിയൻസ് വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയത് യൂട്യൂബാണ്. അതുകൊണ്ട് യൂട്യൂബിൽ എനിക്ക് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായി. അല്ലാതെ എനിക്ക് ഒരു യൂട്യൂബർ ആവണമെന്നൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് മെയിൻലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റിവിറ്റി. നമ്മളുടെ ഞാൻ അത്ര വലിയൊരു ആർട്ടിസ്റ്റോ വലിയൊരു ഞാൻ ഫേമസ് എന്നുള്ളത് പോട്ടെ, ഞാൻ ഒരു രീതിയിലും അറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നുമല്ല. ഞാൻ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു 2 വർഷം മുന്നേ വരെ പ്യൂർലി അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടായിരുന്ന കാരണം എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആഗ്രഹങ്ങളും നടക്കാൻ തുടങ്ങി. അങ്ങനെ പയ്യെ ഞാൻ എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ചിലപ്പോൾ അത് ബ്രേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ട് ഞാൻ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു ജേണിയും ആവാം. അപ്പോൾ അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലാട്ടോ. ചാനൽ എനിക്ക് തോന്നുന്നത് അത്ര പോപ്പുലർ അല്ല, പക്ഷെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ് കറൻ്റ്ലി. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന്. ദിൻ ലൈഫ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഞാനൊരു 5 വർഷം മുന്നേ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. അന്ന് എനിക്കൊന്നൊരു 10K സബ്സ്ക്രൈബേഴ്സ് മാത്രമൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തൊരു ചാനലാട്ടോ. എനിക്കൊന്ന് സോഫാർ അവരൊരു 44 വീഡിയോ അങ്ങനെ എന്തോ ഒരു അക്കൗണ്ടിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നില്ല ഒരു യൂട്യൂബറായിട്ട് പ്രൊഫഷണലി പുള്ളിക്കാരി ഇതാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്തായാലും ഈ ഒരു എസ്തെറ്റിക് സെൻസും അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിരിക്കും ഈ ദിൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഈ ദിൻ ലൈഫ് എന്ന് പറയുന്ന ചാനൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അങ്ങനെ എൻ്റെ ഈ ഒരു ഐഡിയ ഞാൻ 2019 എൻ്റെ ഇന്നത്തെ ഹസ്ബൻഡ്, അന്നത്തെ എൻ്റെ ഫ്രണ്ടായിരുന്നു പുള്ളി. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, ഞാൻ പുള്ളിയുടെ അടുത്ത് ഈ ചാനൽ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്കിതുപോലെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ദിൻ ലൈഫ് ഈ ചാനൽ വേറെ ഏതോ ഒരു രാജ്യത്തെ ഒരാളാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല, ഇന്ത്യൻ അല്ല കേട്ടോ, ഉറപ്പായിട്ടും ഇന്ത്യൻ അല്ല. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൾ ഏത് നാട്ടുകാരിയാണെന്നോ. ആളുടെ ഐഡന്റിറ്റി ചാനൽ റിവീൽ ചെയ്തിട്ടില്ല. അപ്പം എനിക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആളെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആളുടെ കണ്ടന്റ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ പാർട്ട്ണർ, അതായത് അന്നത്തെ എൻ്റെ ഫ്രണ്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെതായ വേർഷൻ, അതിൻ്റെ ഒരു കോപ്പിയുടെ അല്ല, എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടങ്ങളുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് ഈ ഒരു മോഡൽ എനിക്കൊരു കുറച്ച് വീഡിയോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ട്. ആ സമയം നമ്മുടെ കോവിഡിൻ്റെ പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഒരുപാട് ഫ്രീ ടൈം നമുക്കുണ്ട്. ഒരുപാട് നമുക്കറിയാമല്ലോ, ആ ഒരു ക്വാറന്റൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സമയമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെയൊക്കെ. അപ്പം ആ സമയത്ത് എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇത് സംസാരിച്ചു. അപ്പം പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് ജസ്റ്റ് ഒരു ഫോണിൽ വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി, ഞാൻ ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു വീഡിയോയുടെ ക്വാളിറ്റിയിൽ. അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, എസ്തെറ്റിക്സിലും കോംപ്രമൈസ് ചെയ്യാതെ, എന്നാൽ കഴിയുന്ന രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എനിക്കിത് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് എന്തായാലും വേണമെന്നായിരുന്നു. കാരണം ഞാൻ കംപ്ലീറ്റ് അന്ന് ഞാൻ MSc പഠിക്കുക. നല്ല അക്കാഡമിക്കിലോടുള്ള ടൈമും കൂടെ ആയിരുന്നു. ഇപ്പോൾ കോവിഡ് പാൻഡമിക് നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ, നമുക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അതിൻ്റെതായ വർക്ക് ലോഡും കാര്യങ്ങളും കൂടും. എന്നാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമും ഉണ്ട്. ഈ ഫ്രീ ടൈം കിട്ടും തോറും പോർഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാത്തതൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ട ആവശ്യമുണ്ട്. എന്നാലും ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നടന്നില്ല. വേറെ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. വീണ്ടും അക്കാഡമിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി. അപ്പം അങ്ങനെ ഇത് കുറേ നാൾ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയൊരു സമയം എന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമാണ്. പിന്നെ കല്യാണമായി. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ ഹെൽപ്പ് ചോദിച്ച ആൾ എന്നാന്നെ പാർട്ട്ണറായി മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്റ്റിൽ ഞങ്ങൾക്ക് ഈ ഒരു ചാനലിന് വേണ്ടി ടൈം കണ്ടെത്താൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം സമയമൊക്കെ ആയി, സമയവും സാഹചര്യവും എക്യുപ്മെൻസും എല്ലാമായി. അങ്ങനെ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, എ മൈൻഡ്ഫുൾ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞൊരു വീഡിയോ. അത് ബേസിക്കലി ഒരു ഫീൽ ഗുഡ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ, ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ എനിക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉറപ്പായിട്ടും നമ്മൾ ഇൻഫർമേഷൻ പറയണം വീഡിയോയിൽ വന്ന്. അപ്പം എനിക്കത് പറ്റുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിക്കലും അതിനൊരു ബ്ലോക്കേജ് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബേസിക്കലി ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായത് കാരണം നമ്മൾ കോളേജിലാണെങ്കിലും ഒരുപാട് സെമിനാർസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിചാരം, നമ്മൾ ആളുകളെ ഫേസ് ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്, നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ്. അപ്പം ഈ സ്കില്ല് തന്നെ മതി ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ വിചാരം തെറ്റായിരുന്നു. ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നപ്പം എനിക്കൊരു ഗാഡ്ജറ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആളുകളെ ഫേസ് ചെയ്യുന്നതിൽ കാണിച്ച ആ ഒരു ഈസും ഇഷ്ടവും എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് എടുത്ത ഒരു ടൈം ഞാൻ ഫീൽ ഗുഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതും ഒരു പരിധി കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ ഒരു 1 ഇയർ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. 1 ഇയർ കഴിഞ്ഞ മാസം ഞാൻ ഈ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഇതായിരുന്നു എൻ്റെ ബ്ലോക്കേജ്. എനിക്ക് ക്യാമറ നോക്കിയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു ബ്ലോക്കേജും വെച്ചോണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഓർത്തു. എന്തായാലും ഇതിന് പ്രാക്ടീസ് വേണം. നമ്മൾ സംസാരിക്കുന്ന കാര്യം, എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ പ്രാക്ടീസിലൂടെ ഉള്ളൂ നമുക്ക് അതിൻ്റെ ആ ഒരു
ഈസ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് അത് നേടിയെടുക്കുന്നതിന് വരെ വീണ്ടും ചാനലിൽ ഒരു ബ്രേക്ക് കൊണ്ടുവന്നൊരു ലാഗ് കൊണ്ടുവരാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർ ദ ടൈം ബീങ് ഞാൻ വോയിസ് ഓവർ ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. മെയിൻലി ഷോർട്സ് ആയിരുന്നു. നിങ്ങൾ ചാനൽ നോക്കിയാൽ അറിയാം, കാര്യമായിട്ട് കണ്ടന്റ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് അപ്പം ചെയ്യാൻ പറ്റിയിരുന്നത് വോയിസ് ഓവർ കൊടുത്തിട്ട് കുറച്ച് ഫീൽ ഗുഡ് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ചാനലിൻ്റെ തീമിൽ നിന്ന് ഡിഫറെൻ്റ് ആവാതെ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആകെയുള്ള ഓപ്ഷൻ. അങ്ങനെ ഞാൻ 1.5 മാസം അങ്ങനത്തെ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തു. ആ ഒരു മീൻ വൈൽ ആ ഒരു ടൈം ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തു. എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും അന്ന് ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളിൽ നിന്നും ഒരുപാട് ഞാൻ ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി. യൂട്യൂബ് ചാനൽ തുടങ്ങാനും അത് കഴിഞ്ഞ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് വന്നൊരു ബ്രേക്ക്, പിന്നെ അത് റീസ്റ്റാർട്ട് ആവുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയോ ഒരു ധൈര്യം സംഭരിച്ചു, എവിടെ നിന്നൊക്കെയോ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തു. എന്നെ കൊണ്ടാകാവുന്ന പോലെ ഞാനിപ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട്, ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ അപ്പിയർ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഞാൻ സ്ക്രീനിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോയിൽ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സ് തുറന്നങ്ങ് സംസാരിക്കുക. എനിക്ക് തോന്നുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് പരിചയമുള്ള ആളുകളും കാണുമല്ലോ, അവർ ഇത് കണ്ടിട്ട് ഇത് ഏത് സുബി എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ നോർമലി വർത്താനം പറയുന്നത് ഇങ്ങനെയല്ല. എനിക്ക് നോർമലി ഞാൻ സംസാരിക്കുന്ന പോലെ വീഡിയോയിൽ വന്നിരുന്ന വർത്താനം പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് ഫേക്കും അല്ല. എനിക്ക് ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് സംസാരം വരുന്നത്. എനിക്ക് തോന്നുന്നത് ബൈ ടൈം കുറേ നാൾ കഴിഞ്ഞ് ചെയ്ത് 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 ആ ഒരു ഈസ് ഞാൻ അച്ചീവ് ചെയ്യുമായിരിക്കും. വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസിൽ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എടുക്കുമ്പോൾ എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ 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 എനിക്ക് ഞാൻ തന്നെ ബെറ്റർ ആവുന്നതായിട്ടൊരു ഫീല് തോന്നി. ഞാൻ കോൺഫിഡൻ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് കറൻ്റ്ലി ഞാൻ ആദ്യം എടുത്തത്രയും സ്ട്രെയിൻ എടുത്തിട്ടല്ല വോയിസ് ഓവർ ചെയ്യാറ്. അതുപോലെ തന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സും എനിക്കൊരു പോയിന്റിൽ ഈസ് ആവുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരുടെ കമൻറ്റ്സ് വായിക്കാനും. എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം മിസ്റ്റേക്സ് കാണിച്ചാലല്ലേ ഉള്ളൂ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പം ഞാനായിട്ട് എനിക്ക് തന്നെ അറിയാവുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴും അല്ലെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ഈ വ്യത്യാസങ്ങൾ ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ അവെയറാണ്. പക്ഷെ അതല്ലാതെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സ് പറയുന്ന അഭിപ്രായം കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വെൽക്കമിങ് ആണ് സജഷൻസിനും ഇംപ്രൂവ്മെൻറ്റ്സിനും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെന്താടാ കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. അപ്പോൾ എൻ്റെ കണ്ടന്റ്സ് മെയിനായിട്ട് വരുന്നത്, അപ്പം നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫീൽ ഗുഡ് വീഡിയോസ് ചെയ്യാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്നത് ഫീൽ ഗുഡാണ്. അപ്പം ഈ ഒരു ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണല്ലേ ഇപ്പോൾ പൊതുവെ ആളുകൾ എല്ലാവരും ബിസിയാണ്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് നമുക്ക്. അപ്പം നമ്മൾ വീണ്ടും അത് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് കുറേ ഇൻഫർമേഷൻ ഓവർലോഡാണ് വരുന്നതെങ്കിൽ നമ്മളതിൽ നമുക്ക് ഈ റിലാക്സേഷൻ എലമെൻറ്റ് കിട്ടില്ല. അപ്പം എനിക്ക് ഇൻഫർമേഷൻ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്, പക്ഷേ അതല്ലാതെ എനിക്ക് റിലാക്സേഷൻ വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. റിലാക്സേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ലോ ലിവിങ്. ഞാനിപ്പം ആരാണ് വിളിക്കുന്നത്? ഓക്കെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും നേരം വീഡിയോ എടുത്തത്. അതിനിടയ്ക്ക് കറണ്ട് പോയി, ഫോണിലൊരു കോളും വന്നു, അത് വീണ്ടും ബ്രേക്കായി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വരെ മറന്നുപോയി. ഇപ്പോഴല്ലേ നമ്മൾ മിണ്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിലാക്സേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ ഒരു സ്ലോ ലിവിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്.
പിന്നെ പിന്നെ മെയിനായിട്ടും വരുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ്, അതിനെപ്പറ്റിയുള്ള വീഡിയോസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാബിറ്റ്സ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, മെയിൻലി ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈല് ഒരു സാധാരണക്കാരനെ കൊണ്ട് എങ്ങനെയൊക്കെ പറ്റും. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ഒന്നുമല്ല. ഞാനത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റിയൊരു അറിവുണ്ട്. ആ ഒരു അറിവ് ഞാൻ പഠിച്ചത് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പം ആ ഒരു കോഴ്സ് കഴിഞ്ഞേ പിന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ വന്ന ചില തോട്ട്സിൽ നിന്നും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് എൻക്വയറീസ് പല സ്ഥലത്തായിട്ട് എനിക്ക്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ വർഷം ഒരു ഹോൾ ഇയർ എല്ലാ മാസവും ഒരു ബിഗിനിങ് ആകുമ്പോഴത്തേക്കും ഒരു സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻറ്റ്, ഏതെങ്കിലും ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സാധനത്തിന് ഒരു സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻറ്റ് ഞാൻ ചൂസ് ചെയ്യും. എന്നിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പ്ലാസ്റ്റിക് സ്ക്രബില്ലേ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്, അതിന് പകരം കൊയർ സ്ക്രബ് വാങ്ങിച്ചു. അപ്പം അത് ആ ഒരു മന്തിലെ സസ്റ്റൈനബിൾ സ്വിച്ച് അതായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ മന്തിലും അങ്ങനെ ഞാൻ വേറൊരു സ്വിച്ച് ചെയ്തൊരു കാര്യമാണ് ബാംബൂ ടൂത്ത് ബ്രഷ്, പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷിൽ നിന്ന് ബാംബൂ ടൂത്ത് ബ്രഷിലോട്ട്. അങ്ങനെ ഓരോ മാസവും ഞാൻ ഓരോ കാര്യം സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു ഇഷ്ടം കാരണം ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു ചാനലിൽ വന്ന് സംസാരിക്കാനോ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജസ് ഒക്കെ അയച്ച് ചോദിക്കുമായിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അവർക്ക് അതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹമൊക്കെ അവർ പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, ചാനലിൽ നമുക്കിതെല്ലാം പറയാമല്ലോ, ആളുകൾക്ക് ഉപകാരമാവും, എനിക്ക് ഇത് പറയാനും ഇഷ്ടമാണ്. മാത്രമല്ല എനിക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാനായിട്ടൊരു അവസരവും കൂടെയാണല്ലേ. അപ്പം എന്തായാലും ഈ ഒരു തീമിൽ കൊണ്ടുവന്നൊരു ചാനലായിരിക്കും ഇത്. ഒബ്വിയസ്ലി അത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നമ്മളെപ്പോലെയുള്ള എത്ര പേരെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്കറിയില്ല. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാ രീതിയിലും എനിക്കും നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാനലിൽ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇടുന്നുണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്താൽ അത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുവാണെങ്കിൽ അത് ഞാൻ ചാനലിൽ വന്ന് സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചാനലിലൊരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തീം ബേസ് ചെയ്തിട്ട്, അതായത് സസ്റ്റൈനബിലിറ്റി, മൈൻഡ്ഫുൾനെസ്, അതുപോലെ കാമിങ് വീഡിയോസ്, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നിൽ നിന്ന് അറിയണമെന്നോ കാണണമെന്നോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അറിയാത്തൊരു കാര്യമാണെങ്കിൽ അത് പഠിച്ചിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇതുപോലെ ഞാനത് റിസർച്ച് ചെയ്ത് പഠിച്ച് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ഉറപ്പായിട്ടും, എനിക്ക് എത്രത്തോളം പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പറയുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയക്കാൻ നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ വീഡിയോസ് നിങ്ങളുടെയും കൂടി ഇഷ്ടം കൺസിഡർ ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.